എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിതേ പെട്രോള് വണ്ടി ഡീസൽ ഫുള്ളാക്കാൻ നിർത്തിയാണ്. ഇവിടുത്തെ പ്രൈസ് ഡീസലിന് 87.83, അതായത് 88 നൂറ്റിക്കോളി. പെട്രോളിന് അതുപോലെ 102.53 ഇത്രയാണ് ചാർജ്. ഏകദേശം ഇവിടുന്ന് പാങ്കോങ് ലേക്കിലേക്ക് ആകെ 33 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അവിടെ പെട്രോൾ പമ്പ് ഉണ്ട് കേട്ടോ. പെട്രോൾ പമ്പ് ഇത് പോണ വൈക്കുന്ന് ജസ്റ്റ് മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കയറാം, പെട്രോൾ പമ്പ് ഉണ്ട്. അപ്പോൾ പെട്രോൾ കിട്ടാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പോൾ പൊതുവേ. പണ്ടത്തെ പോലെ മറ്റേ ഇതിൽ താങ്ങി പിടിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ക്യാനിലൊക്കെ അത്യാവശ്യം പോരുന്ന വഴിക്കൊക്കെ പല സ്ഥലത്തും പെട്രോൾ അടിക്കാനുള്ള സംഭവങ്ങൾ, പെട്രോൾ പമ്പുകളുണ്ട്. അപ്പോൾ എനിക്കൊക്കെ വണ്ടി എടുത്ത് പോരാനുള്ള മെയിൻ പേടി ഇതൊക്കെ ആയിരുന്നു. പെട്രോൾ കഴിഞ്ഞ് കുടുങ്ങുമോ വണ്ടി, പിന്നെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ പെട്ട്. കാരണം ഇവിടെ ഒന്നും മെക്കാനിക്കും കാര്യങ്ങളൊന്നും കിട്ടാൻ ചാൻസ് കുറവാണ്. പിന്നെ അതിനൊക്കെ വിളിച്ച് വരുത്തി ഇങ്ങോട്ട് ഉണ്ടാക്കണമെങ്കിൽ പണിയാവും. ഇവിടെ അതിനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ടാവും, പക്ഷേ കണ്ടുപിടിച്ച് വരുമ്പോഴേക്കേ. പക്ഷേ പെട്രോൾ ഉണ്ട് കേട്ടോ, പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടി നല്ല കണ്ടീഷനുള്ള വണ്ടി കൊണ്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഏകദേശം 13,000 അടി ഉയരത്തില്ല. ഇനി ഇവിടുന്ന് കയറുകയാണ്, നമ്മളെ 17,000 കയറുകയാണ്. നമ്മളെ എന്ത് പാസ്സായിരുന്നത്, കഗ്ലെ പാസിലേക്ക് ഈ പേരുകളൊന്നും മൈൻഡ് നിൽക്കുന്നില്ല. കുറേ പേരുകളുണ്ടായിട്ട് പെട്രോൾ ഫുള്ളാക്കുന്നുണ്ട്. ഇവിടെ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ. പൊളി സാധനം. അപ്പോൾ നമ്മൾ വണ്ടി ഇപ്പോൾ ഏകദേശമൊക്കെ പിക്കപ്പ് ആയി വന്നു കേട്ടോ. ഇപ്പോഴും ചെറിയൊരു പ്രശ്നമുണ്ട്. 50 കിലോമീറ്റർ ഓടിയപ്പോൾ ഏകദേശം റെഡിയായി. ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിനുള്ളൊക്കെ മൊത്തം ഫ്രീസ് ആയതാണെന്ന് പറഞ്ഞത്. ഞങ്ങൾ പെട്രോൾ സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ, അപ്പോൾ രാവിലെ അത് സ്റ്റാർട്ട് ചെയ്ത് കണ്ട് നമ്മൾ എന്ത് ചെയ്തു, വേഗം വണ്ടി എടുത്തു. അപ്പോൾ അവർ പറഞ്ഞത് രാവിലെ അത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും അത് സ്റ്റാർട്ടിങ്ങിലിട്ട് വണ്ടി ഫുൾ കണ്ടീഷനിൽ എത്തണം, എന്നിട്ട് എടുക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. കാരണം വണ്ടിൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾ ഫ്രീസായി എന്ന് പറയാൻ പറ്റില്ല. കാരണം രാവിലെ ആ വെളിച്ചെണ്ണ എടുക്കാൻ നോക്കുമ്പോൾ മറ്റേ നമ്മളെ എന്താണ് ഇതിന് പറയുക, പാരച്ചൂട്ട് കോക്കനട്ട് ഓയിൽ ഫുൾ ഫ്രീസായി കിടക്കുക. അതെന്ന് മാത്രമല്ല, എല്ലാം വെള്ളമൊക്കെ കുടിക്കാൻ പറ്റതൊക്കെ ഏകദേശം ഒരു ഫ്രീസായ പോലത്തില്ല. ഭയങ്കര തണുത്ത് ചെറിയ ഐസൊക്കെ വന്നിട്ടുള്ള ഇതിലാണുള്ളത്. അപ്പോൾ അത്രയും തണുപ്പത്തുനിന്ന് 0 ഡിഗ്രിയാണ് ഇന്നലെ രാത്രിക്കത്തെ തണുപ്പ് ഇവിടെ പാങ്കോങ്ങിൽ. ഐസും കാര്യങ്ങളൊക്കെ വന്നല്ലോ ഇന്നലെ. ഇനിയിപ്പോൾ വൈകാതെ മൊത്തം ഐസ് വരുന്ന പറഞ്ഞത്. അത്രയും തണുപ്പുള്ള ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ വണ്ടി എടുക്കല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ടാക്കി വണ്ടി ഒന്ന് വാമപ്പായിട്ടേ വണ്ടി എടുക്കാൻ പാടുള്ളൂ എന്ന്. അതുകൊണ്ടാണ് സംഭവിച്ചത്. ഇപ്പോഴും ചെറിയൊരു ഇതുണ്ടെന്ന് പറഞ്ഞാൽ ഏകദേശം ഓക്കെ ഇത്തിരി ഓടിയപ്പോൾ. പക്ഷേ ഇങ്ങനത്തെ റോഡിൽ തന്നെ ചെറിയ കയറ്റത്തിൽ തന്നെ സെക്കൻഡിലും ഫസ്റ്റിലൊക്കെ ഇട്ടുകൊണ്ട് പോരേണ്ടി വന്ന്. അല്ലെങ്കിൽ നമുക്ക് ഫോർത്തിലും ഒക്കെ ഇട്ടുകൊണ്ട് പോരാവുന്ന റോഡാണ് ശരിക്കും. അങ്ങനെ ഭയങ്കര കയറ്റവും കാര്യങ്ങളൊന്നുമില്ല. ഏതായാലും വണ്ടി ഏകദേശം ഒക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളെ ചാങ്ല പാസിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. और ये जगह है दुर्बुक. यहाँ से हमें लेफ्ट टर्न लेना होगा, है ना? लेफ्ट, हाँ लेफ्ट, यस. हाँ, तो दुर्बुक से अगर राइट में जाते हैं हम तो हम चले जाएंगे नुब्रा वैली की तरफ. और ये लेफ्ट हम ले रहे हैं तो हम जा रहे हैं लेह की तरफ. और लेह लिखा है यहाँ से 105 किलोमीटर, चांगला 31 किलोमीटर. चांगला पास जो है वो 31 किलोमीटर है यहाँ से. इधर आरबी का कैंप है. हाँ, आर्मी. ओके ओके. मैगी वगैरह हम ले लेंगे इधर से ही. मैगी बनाएंगे ना रास्ते में. हाँ ओके. പോണ വഴിയിലേ നമ്മൾ ന്യൂഡിൽസ് വാങ്ങാൻ. അപ്പോൾ അവൻ്റെ കയ്യിൽ ഉണ്ടാക്കാനുള്ള സകല സെറ്റപ്പുകളുണ്ട്. അപ്പോൾ കുറച്ച് ന്യൂഡിൽസും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വിചാരിച്ചു. അപ്പോൾ ഷോപ്പ് കയറി പോകുമ്പോൾ എനിക്ക് ഏതാ വേണ്ടി ചെറുത്തോന്ന് പറഞ്ഞു. ഇപ്പിയുണ്ട്, മാഗി ഇതേതാ, കുറച്ച് കൂടുതൽ വാങ്ങാം. കുന്നിൻ്റെ മേലെത്തിട്ടോ, ചാങ്ല പാസിൻ്റെ അടുത്തെത്തി. തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതർ എനിക്ക് ഇതർ നമ്മളെ കൂടെ പിന്നെ നമ്മൾ ലിഫ്റ്റ് കൊടുത്താട്ടോ. കയ്യിൽ
ലിഫ്റ്റ് കൊടുത്താണ് ആള്. പിന്നെ ഇവിടെ റോഡ് പണി ചെയ്യുന്ന ആളാണ്. അവർ കൂടെയുള്ള ആൾക്കാർക്കുള്ള ഓക്കെ ടീക്കെ അവർക്ക് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാം. ആള് പറഞ്ഞത് 15 ദിവസം മുമ്പ് ഇവിടെ ഭയങ്കര സ്നോഫോൾ ആയിരുന്നു. റോഡൊക്കെ ഫുൾ ബ്ലോക്കായി, ഒരു ദിവസമൊക്കെ ബ്ലോക്കായി കടന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പിന്നെ അത് മൊത്തം പൊട്ടിച്ച് കളഞ്ഞ് പിന്നെ ഒരു ദിവസത്തിന് ശേഷമാണ് റോഡൊക്കെ ഓപ്പൺ ആയതെന്ന്. അപ്പോൾ നമുക്ക് ഇന്നലെ കിട്ടിയത് ഇവിടുത്തെ ഫസ്റ്റ് സ്നോഫോളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ സ്നോഫോൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നല്ല, അതായത് ചാങ്ങല പാസിലുണ്ടായത് നമുക്കില്ലടാ ഇവിടെ ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൽ. പിന്നെ ചാങ്ങല പാസിൽ നല്ല സ്നോഫോളായിരുന്നു എന്നാണ് പിന്നെ ഒരു 15 ദിവസം മുമ്പ് അങ്ങനെ. അപ്പോൾ ഏതായാലും നമ്മളിത് മേലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. തണുപ്പടിച്ച് കയറി പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കാറ്റിൽ ഐസുള്ള പോലുള്ള കാറ്റാണ്. ഒരു പ്രത്യേകതരം കാറ്റ്. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന കാറ്റല്ലിട്ടത്. ഇതിങ്ങോട്ട് ചാങ്ല പാസിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിരല്ല, നട്ടുച്ചയ്ക്ക് ഏത് നേരത്തും ഉണ്ടാവുന്ന കാറ്റാണ്. ഇവിടെയൊക്കെ റോഡ് പണി ഉണ്ടാവും. ഇവിടെ ഈ റോഡ് പണി നടക്കുന്ന ഇവരുടെ കൂട്ടത്തിലുള്ളവർക്ക് ഉള്ള ഫുഡ് ഉണ്ടാക്കി കണ്ട് വരികയാണ് നമ്മളെ കൂടെ. ലിഫ്റ്റ് കൊടുത്ത ആളെ നല്ല റോഡ് പണിയാണ്. അടുത്ത സീസൺ ആകുമ്പോഴേക്കും റോഡൊക്കെ പൊളിയാവട്ടോ. ഈ ബോർഡറിലൊക്കെ ഉള്ള റോഡ് പണികളൊക്കെ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. നടക്കട്ടെ, ഉഷാറാവട്ടെ. ആർവി മറ്റേ മിലിറ്ററിൻ്റെ വണ്ടി വരുന്നുണ്ട്. ഇനിയും വരുന്നുണ്ട്. ബസ് അങ്ങനെ ഇതിലെ പാസ് ചെയ്യുന്ന പാങ്കോങ്ങിലേക്ക് പാസ് ചെയ്യുന്ന ബസ് നമുക്ക് ഇന്നലെ നിർത്തിയെന്ന പോലെ അവിടെ നിർത്തുട്ടോ. മേലെ നിർത്തിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള സമയം അധികം തരില്ല, ആകെ ഒരു 10 മിനിറ്റ് ഒക്കെ തരുള്ളൂ. അപ്പോഴേക്കും മാക്സിമം ഫോട്ടോ ഒക്കെ എടുക്കണം. നമ്മൾ ഇന്നലെ അധികം എടുക്കാൻ പറ്റിയില്ല. നമ്മൾ കാറിലായതുകൊണ്ട് നമ്മളവിടെ നിർത്തും. നമുക്കവിടെ നിർത്തിയിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം. നമ്മൾ പിന്നെ ഈ മാഗിയും കാര്യങ്ങളൊക്കെ നൂഡിൽസൊക്കെ വാങ്ങിയത് അവിടെ ഉണ്ടാക്കാമെന്നതിൽ കരുതിയത്, പക്ഷെ നടക്കും തോന്നുന്നില്ല. കാരണം കഴിയുന്നില്ല, കൂടുതൽ നേരം നിൽക്കാൻ കഴിഞ്ഞില്ല. താഴെപ്പോൾ ആ യാക്കിൻ്റെയൊക്കെ വീഡിയോ എടുത്തപ്പോൾ തന്നെ എൻ്റെ കോറി. ഒന്നാമത് എൻ്റെ കയ്യിലുള്ളത് ഞാനിട്ടത് പിന്നെ ഈ ജാക്കറ്റും കാര്യങ്ങളൊന്നുമല്ല, നോർമൽ ടീഷർട്ടാണ്. കുറച്ചൊരു കട്ടുണ്ട് എന്നേ ഉള്ളൂ, കട്ട് ചെയ്യാൻ മാത്രമൊന്നുമില്ല, നോർമൽ ഒരു ടീഷർട്ട്. അപ്പോൾ അത് ടീഷർട്ടിന് താങ്ങാൻ കഴിയുന്നില്ല ഇവിടുത്തെ തണുപ്പ്, 0 ഡിഗ്രി. ഏതായാലും മേലക്ക് എത്തിക്കണം. ഫുള്ള് യാക്കാണ് കേട്ടോ, യാക്കുകളാണ്. ഒരുപാടുണ്ട്. ഈ കറുത്ത കാണുന്നത് മുഴുവൻ യാക്കുകളാണ്. ഇങ്ങോട്ടും ഒക്കെ ഉണ്ട് അത്യാവശ്യം യാക്കുകൾ. ഈ ആക്കുകൾ റോഡ് ക്രോസ് ചെയ്യുന്നത് ഒരു രക്ഷയില്ല കേട്ടോ, പൊളി. നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പാ. ചാങ്ല പാസിന്റെ തൊട്ടടുത്തെത്തിക്കണ്. ജസ്റ്റ് ഒരു 2-3 കിലോമീറ്റർ ഉള്ളൂ. ഇവിടെ ഈ ആക്കുകൾ റോഡ് ക്രോസ് ചെയ്യാം, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ഒരുപാട് വലിയ കൂട്ടാണ് കേട്ടോ, ചെറിയ കൂട്ടൊന്നുമല്ല, വലിയ കൂട്ടാണ് ഈ പോണത്. ഓക്സിജൻ കുറവായിട്ടേ നടക്കാൻ കഴിയുന്നില്ല. തലയിലേക്ക് കാലിൻ്റെ ഒക്കെ ബാലൻസ് പോണ്. ഓ പൊളിയില്ലേ, നമ്മൾ ഇടിച്ചിടൂലായിരിക്കൂലേ. പൊളി പറഞ്ഞ പൊളി. ഓ അയ്യവാ, അവർ നമ്മൾ പേടിച്ചു വിടും കേട്ടോ. നമ്മൾ അവർ പേടിച്ചപ്പോൾ അവർക്ക് നമ്മളാണ് പേടി. ഓ പൊളി പറഞ്ഞ പൊളി. क्या करता है? ओ बहुत ठंडा है. ओ माय गॉड, वेरी कोल्ड, can't control. ഓ തണുപ്പടിച്ച് കയറുക. എന്താ തണുപ്പ്,
ചില്ലിങ്. ശരിക്ക് ജാക്കറ്റ് വേണം, നമ്മളെ ടീഷർട്ട് കൊണ്ടൊന്നും കാര്യമില്ല, നല്ല ജാക്കറ്റ് ഉണ്ടായാലേ കാര്യമുള്ളൂ കേട്ടോ. ചാങ്ല പാസിൻ്റെ ടോപ്പിലെത്തിട്ടോ. കണ്ടോ, 17,688 അടി ഉയരില്ല. BSK ഗണ്ണേഴ്സോ എന്താണാവോ. ഇവിടെ എത്തി. പൊളിയല്ലേ. ഇവിടെയാണ് നമ്മളെ 10th ഹയസ്റ്റ് മോട്ടോർ റോഡ് പാസ്സാണ്. ഒരു രക്ഷയില്ല, നല്ല തണുപ്പാണ്. ഇതിൻ്റെ അടുത്ത് ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. എന്ത് രസമല്ലേ പാർന്ന് കാണാൻ. ഈ സാധനം ഉണ്ട് ഇവിടെ നമ്മളെ മണാലിയിലൊക്കെ ഉള്ള. ഇത് പ്രാർത്ഥനയാണ്, അവരെ പ്രാർത്ഥന ഇട്ടത്. ഇതിങ്ങനെ കറക്കുക, നമ്മൾ പിന്നെ ദിക്കറൊക്കെ ചെല്ലില്ല, ഇതിങ്ങനെ കറക്കുന്നതിനനുസരിച്ചിട്ട് ഒക്കെ ദിക്കറ് ചെല്ലുന്ന പോലെയാണ്. ഒരു 10-15 മിനിറ്റായി, പക്ഷേ തണുപ്പടിച്ച് കയറിയിട്ടേ കഴിയുന്നില്ല, തലവേദന വരുന്നു, നല്ല തണുപ്പ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാത്ത ഐസ് ഒന്നുകൂടെ താഴേക്ക് വന്ന പോലൊരു ഫീല്. മെയിനായിട്ട് ഇന്ത്യൻ ആർമി, പിന്നെ ഐ ലവ് ചാങ്ല എന്നുള്ള ബോർഡ് ഇവിടെ നമ്മളെ 17,688 ഫീറ്റ് എന്നുള്ള പറയാൻ പോലും കഴിയുന്നില്ല. 17,658 ഫീറ്റ് എന്നുള്ള ഒരു സ്തൂപം. അതിൻ്റെ ബാക്കിൽ ഒരു കൊടിയും കാര്യങ്ങളും. അതിലൊക്കെ നമ്മളെ ആളുകൾ അവിടെ സ്തൂപം മണിയടിക്കുന്നുണ്ട്. പൊളിയാട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പോഴാണ് ശരിക്ക് ചാങ്ല ശരിക്ക് കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റി കേട്ടോ. കഴിഞ്ഞ ദിവസം ബസ്സിലാകെ 10 മിനിറ്റ് നിർത്തിയുള്ളൂ. ഓടിച്ചാടിയുള്ള പരിപാടിയായിരുന്നു. പൊളി. നെറ്റ്വർക്ക് ഇല്ല കേട്ടോ. ലേന്ന് പോകുന്ന കുറച്ച് ദൂരത്തേക്ക് നെറ്റ്വർക്ക് പോയതാ, പിന്നെ ഇതുവരെ നെറ്റ്വർക്കില്ല. നമ്മൾ ചാങ്ല പാസിനോട് നമ്മൾ വിട പറയാം കേട്ടോ. ഇനി എന്ന് കാലം കാണുമെന്ന് അറിയില്ല. ഏതായാലും ഭയങ്കര എക്സ്പീരിയൻസാണ്. കൈയൊക്കെ ശരിക്ക് ഇങ്ങനെ ശരിക്ക് ഐസായി കൈയൊക്കെ. പൊളി. അപ്പോൾ ചാങ്ല പാസിനോട് വിട പറഞ്ഞ് നമ്മൾ പോവാം. ബൈ ചാങ്ല. ഒരു രക്ഷയില്ല. നല്ല ഐസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഐസ് കിട്ടുകയാണെങ്കിൽ പൊളിച്ചേനെ. പൈസ ഇല്ല. 5 ദിവസം മുമ്പ് ഫുൾ ഐസ് വീണ് സ്നോഫാൾ ചെയ്ത് മൊത്തം ബ്ലോക്കായ സ്ഥലം കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനെ ഐസ് താക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തം ബ്ലോക്കാവും ഇനി. ഐസിൽ മൂടും ഇതൊക്കെ ഇനി വൈകാതെ 1-2 മാസത്തിൽ. पानी वो पानी यूज़ करेगा? ओ ये वाला रिवर? हाँ रिवर का. ठीक है, ये ले चलेंगे. ले चलते हैं इसको. ओके. ഞങ്ങളവിടെ ചാങ്ല പാസിൽ ഉണ്ടാക്കണം എന്ന് കരുതി തണുപ്പ് കൊണ്ടേ നിൽക്കാനൊന്നും കഴിയണില്ല. എന്നിട്ടല്ലേ ഞങ്ങളുകൊണ്ട് ചുരം ഇറങ്ങി താഴെ വന്ന് ഇവിടെ നല്ലൊരു പുഴയുണ്ട്. പുഴൻ്റെ തീരത്ത് വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതേ ആശാൻ്റെ അടുത്ത് സകല സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് കൂടി ആവട്ടെ. എന്തൊക്കെയാണ് ഫുൾ സാധനങ്ങളുണ്ട് കേട്ടോ ആശാൻ്റെ അടുത്ത്. ഓയിൽ, ഒനിയൻ, സവാളയും മറ്റേ ഇതൊക്കെ ഉണ്ട്, ഗാർലിക്.
സകല സാധനങ്ങളുണ്ട് കേട്ടോ. ഇതിനൊക്കെ റൈസ് മസാല സബ് പച്ചമുളക്, തക്കാളി, പയറ്. ആശാൻ കുറേ ദിവസം യാത്ര തുടങ്ങിയിട്ട് കേട്ടോ. ആശാൻ്റെ യാത്ര കഴിഞ്ഞു. राइस बनाना है नहीं तो नहीं दाल एंड राइस. दाल एंड राइस अभी अभी ये बनते हैं मैगी. ओके तो ठीक है बात चाहिए तो आप पड़ा है देखो. हाँ नहीं चाहिए 6 बहुत है. प्याज दो डाल देंगे, टमाटर है. ഇത് എവിടെ ഞങ്ങൾ കുക്ക് ചെയ്യുന്ന സ്ഥലം നോക്കിയിട്ട് അവസാനം ഞങ്ങൾ ഇറങ്ങിയിട്ട് ഈ പുഴൻ്റെ തീരത്തേക്ക് എത്തിയിട്ടോ. വെള്ളതേ ആവശ്യത്തിന് വെള്ളം ഉണ്ട്. നമ്മുടെ അടുത്ത് കുടിവെള്ളം വേറെ ഉണ്ട്. കുടിവെള്ളം കൊണ്ട് ഉണ്ടാക്കുന്നത് കഴുകാനും മറ്റിനൊക്കെ ഉള്ള വെള്ളം അവിടെ ഉണ്ട്. ആശാൻ പറയണത് ഞാൻ ഉണ്ടാക്കാൻ സമ്മതിക്കുന്നില്ല. ഉള്ളിയൊക്കെ ഇട്ട് കാണ്ട കേട്ടോ നമ്മൾ മാഗി ഉണ്ടാക്കണത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എങ്ങനെ ഉണ്ടായിക്കോ, എന്തും കഴിക്കും, ഞാൻ എന്തും കഴിക്കും. എങ്ങനെ ആഫ്രിക്കയിൽ നിന്ന് വരെ ഉപ്പിട്ട് പുഴുങ്ങിയ സാധനങ്ങൾ തിന്നണ മനുഷ്യനെ നമുക്കെന്ത് ഇതൊക്കെ കഴിക്കും. മാഗി പള്ളറച്ചുണ്ട്. ഇതിൽ ഓയിലുണ്ട്, പൊന്നിയുണ്ട്, ഗാർലിക് ഉണ്ട്, സകല സാധനങ്ങളിട്ട് കണ്ടുന്നൊരു പൊളിച്ച സാധനം ഉണ്ടാക്കാൻ പോവാം. നീന്തണമെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ. പക്ഷേ തണുത്ത വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിധത്തിൽ ആ ചങ്ങലാപാസിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നതാണ്. ഇപ്പോൾ തലവേദനയ്ക്ക് അങ്ങനെ മാറി വരുന്നുള്ളൂ. ആദ്യം ഉള്ളി വെളുത്തുള്ളി ഒന്ന് വാട്ടി, പച്ചമുളക് ഇട്ടു, അതൊന്ന് വാട്ടിയിട്ട് നമ്മൾ തക്കാളിയും കൂടി ഇട്ടു കേട്ടോ. എന്നിട്ട് മറ്റേ സോയാബീൻ ഓയിലാണ് അതിലിട്ട് കണ്ടാണ്. ഇനി ഇതൊന്നും കൂടെ ഒന്ന് വാടട്ടെ. ശരിക്കും ഇത് നല്ല കറക്കണ വരെ ഒന്നും നിന്നിട്ടില്ല, കാരണം എനിക്കൊന്നും ആവശ്യമില്ല. ശബ്ദാല ആ ഓക്കെ. ഇനി അതും ഒന്ന് ഡ്രൈ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് മസാലകളും കാര്യങ്ങളും ഇടും. സോൾട്ട് ആ കാര്യങ്ങളും കൂടി ഇട്ടുകാണ്ട് പിന്നെ നമ്മൾ മാഗി കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം ചൂടായിട്ട് മാഗി ഇടുക. ദാറ്റ് ഈസ് ദ പ്ലാൻ. അങ്ങനെയാണ് മാഗി ഉണ്ടാക്കുക. ഓക്കെ. കുറച്ച് മുളക് പൊടി, കുറച്ച് ടർമറിക് പൊടി കിട്ടും. കാരണം ഇവർക്ക് അത്ര സ്പൈസ് വേണ്ടാത്തതുകൊണ്ട്, നമുക്കിതൊന്നും പോരാ സ്പൈസ്. ഇവർക്ക് അത്ര വേണ്ടാത്തതുകൊണ്ട് കുറച്ച് ഓല ഇഷ്ടത്തിനാണ് മുളക് പൊടി, മഞ്ഞൾ പൊടി, മല്ലിപ്പൊടിയൊക്കെ ഏതൊക്കെ വേണ്ടതെന്നുള്ള ഓല ഇഷ്ടത്തിൽ വിട്ടു കൊടുത്തു. നമ്മളൊക്കെ ഓ മൈ ഗോഡ്. Hindi, coriander. धनिया. You put extra coriander. This is for taste. Dhania is for taste. I love coriander. അങ്ങനെ ഞങ്ങൾ മാഗി കഞ്ഞി റെഡിയായി. ഞങ്ങൾ മാഗി സൂപ്പായിട്ട് ഉണ്ടാക്കിയത്. സൂപ്പായിട്ട് കുടിക്കാമെന്ന് പറഞ്ഞു. ഡ്രൈ ആക്കണ്ടെന്ന് വിചാരിച്ചു. ഡ്രൈ ആക്കിയിട്ട് ഇതിൽ പിടിച്ചു കഴിഞ്ഞാൽ കേൾക്കാൻ പണിയല്ലേ, അല്ലാതെ കുളമായതൊന്നുമല്ല. ആവശ്യമില്ലാത്ത ഓരോന്ന് ചിന്തിക്കല്ലേ. അപ്പോൾ ഞങ്ങൾ മാഗി കഞ്ഞി കുടിക്കാം കേട്ടോ, ഇതിൻ്റെ തീരത്തിരുന്നിട്ട്. എല്ലാവർക്കും ചാങ്ല പാസിൻ്റെയും ഞങ്ങളുടെ യാത്രയുടെയൊക്കെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ലേയിലെ അതിപ്രശസ്തമായ ശാന്തി സ്തൂപയുടെയും അവിടുത്തെ ആചാരങ്ങളുടെയും അവിടെ നിന്നുള്ള മനോഹരമായ കാഴ്ചയുടെയും അതിമനോഹരമായ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു. ബൈ ബൈ.